കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ള ഭാഗമാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ഇതിൽ മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ 3 ഗ്യാസ് ലോസ്. ഏതൊക്കെയാണവ? ബോയ്സ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആറ്റങ്ങളുടെ എണ്ണവും തന്മാത്രകളുടെ എണ്ണവും ഒക്കെ കണ്ടെത്തുന്നത് എന്നുള്ളതും, അതുപോലെ മോൾ എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് വാതക നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി വാതക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വാതകങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ള നിയമങ്ങളാണ്. ഇനി വാതകങ്ങളുടെ ചില പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഭൂമിയിൽ പദാർത്ഥങ്ങൾ മെയിൻ ആയിട്ട് 3 അവസ്ഥകളിലാണ് കാണുന്നത്: ഖരം, ദ്രാവകം, വാതകം. ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഇവർ ഓരോന്നിന്റെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വാതകങ്ങളിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഖരാവസ്ഥയിൽ വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ദ്രാവകത്തിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി അകലത്തിലോട്ട് പോകും. ഇനി വാതകത്തിൽ വരുമ്പോഴത്തേക്കും ഇവര് തമ്മിലുള്ള അകലം വളരെ കൂടി വരും. ഓക്കെ, ഇങ്ങനെ വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ക്രമരഹിതമായി ചലിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ക്രമരഹിതമായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ചലിക്കാൻ ഈ വാതക തന്മാത്രകൾക്ക് പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്, അതായത് ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്, നമ്മൾ ഏത് പാത്രത്തിലാണോ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വ്യാപ്തം തന്നെയായിരിക്കും. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ വാതകം എടുക്കുന്ന കണ്ടെയ്നറിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് മറ്റു 3 ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ വാതകത്തിന്റെ താപനില, മർദ്ദം, അതുപോലെ അതിലുള്ള തന്മാത്രകളുടെ എണ്ണം. ഇനി നമ്മളുടെ ഓരോ വാതക നിയമത്തിലും പറഞ്ഞിരിക്കുന്നതും ഈ ഒരു ബന്ധം തന്നെയാണ്. അതായത് വ്യാപ്തവും, അതായത് ഒരു വാതകത്തിന്റെ വ്യാപ്തവും മറ്റേതെങ്കിലും ഒരു ഘടകവുമായിട്ടുള്ള ബന്ധം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ വാതക നിയമം പറയുമ്പോഴും ആ വാതകത്തിന്റെ വ്യാപ്തവും ഏതെങ്കിലും ഒരു ഘടകവുമായിട്ടുള്ള ബന്ധമാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ മറ്റു 2 ഘടകങ്ങൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തണം, അഥവാ സ്ഥിരമാക്കി നിർത്തണം. ഉദാഹരണത്തിനായിട്ട് നമ്മളിപ്പോ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നതെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി 2 ഘടകങ്ങളായിട്ടുള്ള മർദ്ദവും അതുപോലെ തന്മാത്രകളുടെ എണ്ണവും സ്ഥിരമാക്കി നിർത്തണം. ഇങ്ങനെയാണ് ഓരോ വാതക നിയമങ്ങളും പ്രസ്താവിക്കുന്നത്. ഇനി ഓരോ വാതക നിയമങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ചാൾസ് ലോ എന്നുള്ളത് നോക്കാം. സ്ഥിരമർദ്ദത്തിലിരിക്കുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്നിന്റെ ബന്ധം പറയുന്ന സമയത്ത് മറ്റു 2 ഘടകങ്ങൾ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണം, സ്ഥിരമാക്കി വെക്കണം. അപ്പൊ നമ്മൾ ചാൾസ് ലോയിൽ പറയുന്നത് ഒരു വാതകത്തിന്റെ വ്യാപ്തവും അതിന്റെ താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ മറ്റു 2 ഘടകങ്ങളായിട്ടുള്ള ആ വാതകത്തിന്റെ മർദ്ദം, മാസ്, ഈ 2 ഘടകങ്ങൾ നമ്മൾ സ്ഥിരമാക്കി വെക്കും. ഓക്കെ, അപ്പൊ ഇത് സ്ഥിരമായിരിക്കുന്ന സമയത്ത്, മർദ്ദവും മാസും സ്ഥിരമായിരിക്കുന്ന സമയത്ത് ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. നേർ അനുപാതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടും, അല്ലെങ്കിൽ താപനില കുറയുമ്പോൾ വ്യാപ്തം കുറയും. ഓക്കെ, നേർ അനുപാതം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കുറയും. ഇനി നമുക്ക് എങ്ങനെയാണ് ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? V is directly proportional to T. അതായത് V is equal to a constant into T. അതായത് കോൺസ്റ്റന്റ് എങ്ങനെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് V by T equal to a constant. ഇനി T1 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ വോളിയം എന്ന് പറയുന്നത് V1 ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? V1 by T1 is equal to എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ T2 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ വോളിയം എന്ന് പറയുന്നത് V2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് T2 by V2 എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് എഴുതാം. V1 by T1 is equal to V2 by T2. ഇതാണ് നമ്മുടെ ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇനി ചാൾസ് ലോയ്ക്ക് നമുക്ക് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു എളുപ്പമുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ ഊതി വീർപ്പിച്ച ബലൂണ്, ആ ബലൂണ് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ഏത് നിയമമാണ് പറയുന്നത്?
അതായത് അവിടെ മാറ്റം വരുന്നത് താപനിലയ്ക്കാണ്. നമ്മൾ കുറെ നേരം ഒരു സാധനം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചൂട് കൂടുമല്ലോ. അപ്പൊ ചൂട് എന്ന് പറയുന്നത് എന്താണ്? താപനില, ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആ ബന്ധം പറയുന്നത് നമ്മുടെ ശാസ്ത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, ചോദ്യപേപ്പറിൽ കാണാറുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഏതാണ് മാറ്റം സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ, താപനിലക്കാണോ, മർദ്ദത്തിനാണോ, അതോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനാണോ മാറ്റം വരുന്നത് എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ആ മാറ്റം വരുന്നത് ഏത് ലോയിലാണെന്ന് നോക്കുക. ആ ലോ ആയിരിക്കും അതിന്റെ ഉത്തരം. അടുത്തതായി എന്താണ് ബോയിൽസ് ലോ എന്നുള്ളത് നോക്കാം. സ്ഥിര താപനിലയിൽ ഇരിക്കുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. നേരത്തെ നമ്മൾ ശാസ്ത്രയിൽ പറഞ്ഞത് എന്തായിരുന്നു? താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് വെച്ചാൽ താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടും. ഇവിടെ പറയുന്നത് ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് വെച്ചാൽ മർദ്ദം കൂടുന്ന സമയത്ത് വ്യാപ്തം കുറയും. ഓക്കെ, അല്ലെങ്കിൽ മർദ്ദം കുറയുന്ന സമയത്ത് വ്യാപ്തം കൂടും. അതായത് ഒരു വാതകത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അതിലെ തന്മാത്രകൾ എന്ന് പറയുന്നത് വളരെ അകലത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മള് അതിന്റെ മർദ്ദം കൂട്ടുക. മർദ്ദം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോഴ്സ് പെർ ഏരിയ, അതായത് ഒരു നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ബലം, അതിനെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് കൂട്ടുക. നമ്മൾ ഇതിനെ അടുത്തോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇങ്ങനെ തള്ളി 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 അടുത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ദൂരത്തിലിരിക്കുന്ന വാതക തന്മാത്രകൾ അടുത്തടുത്തടുത്തടുത്ത് വരാൻ തുടങ്ങും. അപ്പൊ ഇത്തരത്തിൽ അതിന്റെ വ്യാപ്തം കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന LPG ഒക്കെ ഉണ്ടാക്കുന്നത്. അതായത് അതൊരു ഗ്യാസ് ആണ്. ആ ഗ്യാസിന് നമ്മൾ വലിയ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്യാസിനെ ലിക്വിഡ് ആക്കി മാറ്റും. ഓക്കെ, ലിക്വിഡ് ആക്കി മാറുന്നത് എങ്ങനെയാണ്? ദൂരെയുള്ള പാർട്ടിക്കിൾസ് അടുത്തടുത്തടുത്ത് വരിക. അടുത്ത് വരിക എന്ന് പറയുമ്പോൾ ഇത്രയും അകലത്തിലിരിക്കുമ്പോ ഏത് അവസ്ഥയായി മാറിയത്? ലിക്വിഡ് ആയി മാറി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബോയിൽസ് ലോക്ക് ഒരു ഉദാഹരണം പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്. വായു നിറച്ച ബലൂൺ ജലത്തിനടിയിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ വലിപ്പം കുറയുന്നു. ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വലിപ്പം കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ വ്യാപ്തം കുറയുന്നു. ഓക്കെ, അപ്പൊ മറ്റേ ഘടകം ഏതാണെന്ന് നോക്കാം. നമുക്കറിയാം ജലത്തിനടിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മർദ്ദം കൂടി വരും. അപ്പൊ മർദ്ദം എന്ന് പറയുന്നതാണ് അവിടെ ഒരു വേരിയബിൾ ആയിട്ട് വന്നിരിക്കുന്നത്, അല്ലെ? മാറുന്നത് മർദ്ദമാണല്ലോ. അപ്പൊ മർദ്ദവും നമ്മുടെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറഞ്ഞിരിക്കുന്നത് ഏത് നിയമമാണെന്ന് നോക്കാം. അത് ബോയിൽ നിയമമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണ്. അത്തരത്തിൽ വേണം നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ, ഏതാണ് മാറുന്നത് എന്ന് നോക്കുക. എന്താണ് ബോയിൽസ് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, അതായത് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V. ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ നമുക്ക് 1/, എഴുതിയാൽ മതി. അപ്പൊ എന്ത് വരും? P ഈസ് ഈക്വൽ ടു 1/V ഇൻറ്റു K. ഓക്കെ, അപ്പൊ നമ്മൾ വിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ PV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. P1 എന്ന് പറയുന്ന ഒരു പ്രഷറിൽ വോളിയം V1, P2 എന്ന് പറയുന്ന ഒരു പ്രഷറിൽ വോളിയം V2. അതുകൊണ്ട് നമുക്ക് നേരത്തെ ചാൾസ് ലോയിൽ എഴുതിയ പോലെ ഇവിടെ എന്ത് വരും? P1 V1 ഈക്വൽ ടു P2 V2. ഇതാണ് ബോയിൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അടുത്തതായി എന്താണ് അവഗാഡ്രോ ലോ എന്ന് നോക്കാം. ഒരു വാതകത്തിന്റെ താപനില, മർദ്ദം ഇവ രണ്ടും സ്ഥിരമായിരിക്കുമ്പോൾ ആ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. അതായത് തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തവും കൂടും, അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കുറയുമ്പോൾ വ്യാപ്തം കുറയും. ഇനി അവഗാഡ്രോ ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം. നേരത്തെ നമ്മൾ ചാൾസ് ലോയിൽ പറഞ്ഞ അതേപോലെ ഒരു എക്സ്പ്രഷൻ ആണ് അവഗാഡ്രോ ലോയിലും വരിക. അതായത് വോളിയം എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ n ആയിട്ട് എടുക്കുന്നത്. V is directly proportional to n. അപ്പോ അവസാനം നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻ വരും V1 by N1 is equal to V2 by N2. ഇത്തരത്തിലാണ് നമ്മുടെ 3 നിയമങ്ങളും പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് വാതക നിയമങ്ങൾ എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ വാതകങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഈ ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുക, അതുപോലെ ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലർ മാസ്, STP, മോൾ കൺസെപ്റ്റ്, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ
വാതകങ്ങളിൽ എന്തുണ്ട്? തന്മാത്രകളുണ്ട് അല്ലെ? ഈ തന്മാത്രകളെല്ലാം വളരെ ചെറിയ ചെറിയ കണികകളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എണ്ണം കണക്കാക്കണം, അല്ലെങ്കിൽ അതിന്റെ മാസ് കണ്ടെത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ആറ്റോമിക മാസ് എന്ന് നോക്കാം. നമുക്കറിയാം ഹൈഡ്രജൻ എന്നുള്ള ഒരു മൂലകത്തിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തില് ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ആറ്റോമിക മാസ് അല്ല 1 എന്ന് പറയുന്നത്, അതിന്റെ ആപേക്ഷിക ആറ്റോമിക മാസ് ആണ് 1. ഇനി എന്താണ് ഈ ആപേക്ഷിക ആറ്റോമിക മാസ്? ഈ ആപേക്ഷിക ആറ്റോമിക മാസ് എന്നുള്ള ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ആറ്റത്തിന്റെ മാസ് മറ്റൊരു ആറ്റത്തിന്റെ മാസുമായി താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നു. ആപേക്ഷികം റിലേറ്റ് ചെയ്തിട്ട് പറയുക. ഇനി ഇവിടെ അപ്പൊ ഒന്നിനോട് ഒന്ന് താരതമ്യം ചെയ്യണമെങ്കിൽ ഒരാൾ എന്തായിരിക്കണം? സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അപ്പോ നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ആറ്റം എന്ന് പറയുന്നത് കാർബൺ ആണ്. കാർബണിന്റെ C612 എന്ന് പറയുന്ന ആറ്റം. ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ C612 എടുക്കും, കാർബണിന്റെ ആറ്റത്തിന് എടുക്കും, എന്നിട്ട് അതിനൊരു 12 കഷ്ണങ്ങളാക്കി മുറിക്കാം. അതിൽ നിന്നും ഒരു കഷ്ണം എടുത്താൽ 12 കഷ്ണങ്ങളാക്കി മുറിച്ചാൽ കാർബൺ 12ൽ നിന്നും ഒരു കഷ്ണത്തെ എടുത്താൽ ആ കഷ്ണത്തെ നമ്മൾ ഒരു യൂണിറ്റ് ആയി പരിഗണിക്കും. ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ H11, അതായത് ഹൈഡ്രജൻ, അതിന് തുല്യമായിരിക്കും. H11 എന്ന് പറയുന്ന ഒരു ആറ്റത്തിന് തുല്യമായിരിക്കും ഈ കാർബണിന്റെ 12 കഷ്ണങ്ങളിൽ നിന്നും ഒരു കഷ്ണം എടുത്താൽ. ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ത്രാസ് എടുത്തു. ഈ ത്രാസിൽ ഞാൻ ഈ കാർബണിന്റെ ഒരു കഷ്ണത്തെ വെച്ചു, 12 ഒരു കഷ്ണത്തെ ഞാൻ ഈ ത്രാസിൽ വെച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആറ്റത്തെ ഈ ത്രാസിൽ വെക്കും. ഓക്കെ, അപ്പോ നമ്മൾ കണ്ടുപിടിക്കുന്ന ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് കാർബണിന്റെ ഈ ഒരു കഷ്ണത്തിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ത്രാസ് താഴും. അപ്പൊ ഈ ത്രാസ് എത്രത്തോളം താണു എന്നുള്ളത് നോക്കും. 4 മടങ്ങ് താണെന്ന് വിചാരിക്കാം. ഈ കാർബണിന്റെ ഒരു കഷ്ണത്തിനേക്കാളും 4 മടങ്ങ് നമ്മുടെ ഈ ത്രാസ് താണിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന്റെ ആറ്റോമിക മാസ് 4 ആണ്. ഇനി നമ്മൾ വെച്ച വേറൊരു ആറ്റം, ആ ആറ്റം 16 മടങ്ങ് താണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് അർത്ഥം? ഈ നമ്മൾ വെച്ച ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്, ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 16 ആയിരിക്കും. ആറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ആപേക്ഷിക ആറ്റോമിക മാസ്. ഇത്തരത്തിലാണ് നമ്മൾ ഓരോ ആറ്റത്തിന്റെയും ആറ്റോമിക മാസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ രീതി ഉപയോഗിച്ച് നമ്മൾ എല്ലാ ആറ്റങ്ങളുടെയും ആറ്റോമിക മാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കണ്ടുപിടിച്ച മാസുകൾ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം ദശാംശ സംഖ്യകളായിരിക്കും. പക്ഷെ നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് മറ്റുമായിട്ട് നമ്മൾ അതിനെ പൂർണ്ണസംഖ്യയായിട്ട് പരിഗണിക്കാറുണ്ട്. ഇനി നമ്മൾ ആറ്റോമിക മാസ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1 ആണെന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറ്റോമിക മാസ് ആണോ 1? ഒരിക്കലുമല്ല. അതായത് 6.022 × 10⁻23 എണ്ണം ഹൈഡ്രജൻ ആറ്റങ്ങളുടെ മാസാണ് യഥാർത്ഥത്തിൽ 1 എന്ന് പറയുന്നത്. അതായത് ആറ്റോമിക മാസ് എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഇത്രയും എണ്ണത്തിന്റെയാണ്. 6.022 × 10⁻23 എണ്ണത്തിന്റെ മാസിനെയാണ്, അത്രയും എണ്ണം ആറ്റങ്ങളുടെ മാസിനെയാണ് നമ്മൾ ആറ്റോമിക മാസ് എന്ന് പറയുന്നത്. ഇനി ഈ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവഗാഡ്രോ നമ്പർ. ഓക്കെ, MA എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. MA. ഇതില് ഈ A എഴുതുന്നത് എപ്പോഴും Nന്റെ അടിയിലാണ്. അവഗാഡ്രോ നമ്പർ, അതാണ് MA എന്ന് പറയുന്നത്. കാർബണിന്റെ ആറ്റോമിക് മാസ് 12 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 12 ഗ്രാം കാർബൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകും? 6.022 × 10⁻23 എണ്ണം കാർബൺ ആറ്റങ്ങൾ അതിലുണ്ടാകും. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാസ് എന്ന് പറയുന്നത് അതിന്റെ ആറ്റോമിക് മാസിന് തുല്യമായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ അത്രയും എണ്ണത്തിന്റെ മാസിനാണ് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ 24 ഗ്രാം കാർബൺ എടുക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകും? ഒരു 12 ഗ്രാം കാർബണിൽ എത്ര ഉണ്ടാകും? MA അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ഉണ്ടാകും, ആറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 24 ഗ്രാം കാർബൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകും? 2Na ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ അത്തരത്തിലാണ് നമ്മൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. എന്താണ് ഗ്രാം ആറ്റോമിക് മാസ്?
ഒരു മൂലകത്തിന്റെ ആറ്റോമിക മാസിനെ ഗ്രാമിൽ പ്രസ്താവിച്ചിരിക്കുന്നതിനെയാണ് ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇനി ഒരു മൂലകത്തിന്റെ 1 ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് അതിന്റെ ആറ്റോമിക മാസിന് തുല്യമായിരിക്കും. ഉദാഹരണത്തിന് കാർബണിന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോ 12 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് 1 ഗ്രാം ആറ്റോമിക് മാസ് കാർബൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 24 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആറ്റോമിക് മാസ് ആയിരിക്കും? നമുക്കറിയാം 1 ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം കാർബൺ. അങ്ങനെയാണെങ്കിൽ 24 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ഗ്രാം ആറ്റോമിക് മാസ് കാർബൺ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഗ്രാം ആറ്റോമിക് മാസ് കാണുന്നുള്ളതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എത്ര ഗ്രാം ആറ്റോമിക് മാസ് ഉണ്ട് അത് ഈക്വൽ ടു തന്നിരിക്കുന്ന മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ അതിന്റെ ആറ്റോമിക് മാസ്, ആ മൂലകത്തിന്റെ ആറ്റോമിക മാസ് ഇൻ ഗ്രാം. അതായത് ഇത് രണ്ടും ഗ്രാമിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു നമ്പർ കിട്ടും. ആ നമ്പർ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഗ്രാം ആറ്റോമിക് മാസ് ആയിരിക്കും ആ തന്നിരിക്കുന്ന മൂലകത്തിൽ, ആ തന്നിരിക്കുന്ന അത്രയും ഗ്രാം മൂലകത്തിൽ അടങ്ങിയിരിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ഒരു മൂലകത്തിന്റെ ആറ്റോമിക മാസിന് തുല്യമായിട്ടുള്ള അത്രയും ഗ്രാം ആ മൂലകം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, അതായത് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 6.022 × 10⁻23 ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നു ആറ്റോമിക മാസ്, ഒരു മൂലകത്തിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഗ്രാം ആറ്റോമിക് മാസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു മൂലകത്തിന്റെ 1 ഗ്രാം ആറ്റോമിക മാസ് തുല്യമായിട്ടുള്ള മൂലകം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6.022 × 10⁻23. ഇനി നമ്മൾ പറഞ്ഞു 6.022 × 10⁻23 എന്നുള്ളത് അവഗാഡ്രോ നമ്പർ ആണ്. ഇനി അവഗാഡ്രോ നമ്പറിനെ, നമ്പർ ഓഫ് ആറ്റംസിനെ തന്നെയാണ് ഇത് പറയുന്നത് ഒരു മോൾ ആറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു മോൾ ആറ്റങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 6.022 × 10⁻23 ആയിരിക്കും. അത് നിങ്ങൾ ഏത് മൂലകത്തിന്റെ ആറ്റത്തിന് എടുത്തിട്ടുണ്ടെങ്കിലും, ഒരു മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകും? അവഗാഡ്രോ നമ്പറിന് തുല്യമായിട്ടുള്ള ആറ്റങ്ങൾ ഉണ്ടാകും. ഇനി നിങ്ങൾ 1 മോൾ തക്കാളി എടുത്താലും 1 മോൾ ഉള്ളി എടുത്താലും ഒക്കെ ഇതേ നമ്പറാണ് ഉണ്ടാവുക. അവഗാഡ്രോ നമ്പറിന് തുല്യമായിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് മോൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി പുറകോട്ട് വരാം. നമ്മൾ പറഞ്ഞു 1 ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു മൂലകത്തിന്റെ ആറ്റോമിക മാസ് ഇൻ ഗ്രാം ആണ്. അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാകും? 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് ഈക്വൽ ടു എന്ത് എഴുതാം? 1 മോൾ. ഓക്കെ, അതായത് ഒരിക്കലും കൂടെ പറയാം, 1 ഗ്രാം ആറ്റോമിക് മാസ് ഈക്വൽ ടു ആറ്റോമിക മാസ് ഇൻ ഗ്രാം, that is equal to 6.022 × 10⁻23. അത് ഈക്വൽ ടു എന്ത് വരും? 1 മോൾ. ഓക്കെ, ഇത്രയുമാണ് മോളും ഗ്രാം ആറ്റോമിക് മാസ് ഒക്കെ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തന്മാത്രകളുടെ കാര്യത്തിൽ ഇത് വരുന്നത് നോക്കാം. ഇനി നിങ്ങൾ മുന്നേ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, മൂലകങ്ങളും സംയുക്തങ്ങളും എല്ലാം പ്രകൃതിയിൽ കാണപ്പെടുന്നത് അവയുടെ തന്മാത്രകളായിട്ടാണ്. അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം പ്രകൃതിയിൽ കാണപ്പെടുന്നത് H2 എന്ന് പറയുന്ന ഒരു തന്മാത്രയായിട്ടാണ്. അപ്പോൾ തന്മാത്രകൾ എന്ന് പറയുമ്പോൾ അത് ഏകാറ്റോമിക തന്മാത്രകൾ ഉണ്ടാകാം, ദ്വയാറ്റോമിക തന്മാത്രകൾ ഉണ്ടാകാം, ബഹു ആറ്റോമിക തന്മാത്രകൾ ഉണ്ടാകാം. അതായത് ഒരു ആറ്റം തന്നെ അതിന്റെ തന്മാത്രയായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഏകാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മുടെ ആലസവാതകങ്ങൾ, അവർ ഏകാറ്റോമിക തന്മാത്രകളാണ്. ഓക്കെ, ഹീലിയം, ആർഗൺ അവരൊക്കെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി 2 ആറ്റങ്ങൾ ചേർന്നാണ് ഒരു തന്മാത്ര ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഹൈഡ്രജൻ, ഓക്സിജൻ ഇവരൊക്കെ. ഇനി പോളി ആറ്റോമിക് എന്ന് പറയുന്നത് 2ൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് അതിന്റെ തന്മാത്ര ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോളി ആറ്റോമിക് എന്ന് പറയുന്നത്. അതായത് അതിന് ഉദാഹരണം നമ്മുടെ ഫോസ്ഫറസ്, അത് 4 ഫോസ്ഫറസ് ചേർന്നാണ് ഒരു തന്മാത്ര ഉണ്ടാവുന്നത്, P4. ഓക്കെ, ആറ്റങ്ങളുടെ മാസിനെയാണ് നമ്മൾ ആറ്റോമിക മാസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്മാത്രകളുടെ ഭാരത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് തന്മാത്രാ ഭാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് എന്ന് പറയും. തന്മാത്രകളാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. സോ അതിന്റെ മാസിനെ നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയും. ഇനി എങ്ങനെയാണ് ഒരു തന്മാത്രാ ഭാരം കണ്ടെത്തുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞു ഹൈഡ്രജന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ചേർന്നിട്ടാണ് ഒരു ഹൈഡ്രജൻ തന്മാത്ര ഉണ്ടാവുന്നത്, H2 ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും H2ന്റെ മാസ്? രണ്ട് ഹൈഡ്രജൻ തന്മാത്രകളുടെ മാസ്, ശരിയല്ലേ? അപ്പൊ ഒരു ഹൈഡ്രജൻ തന്മാത്രയുടെ മാസ് 1, രണ്ടാമത്തതിന്റെ 1. അപ്പൊ ഒരു ഹൈഡ്രജൻ തന്മാത്രയുടെ മാസ് എന്ന് പറയുന്നത് 2. ഓക്കെ, അത്തരത്തിലാണ് നമ്മൾ ദ്വയാറ്റോമിക തന്മാത്രകളുടെ ഭാരം കണ്ടെത്തുന്നത്. ഇൻറ്റു 2 ചെയ്യുക, ആറ്റോമിക മാസ് ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, ഇനി ത്രയാറ്റോമിക ആണെങ്കിലോ 3 ആറ്റങ്ങൾ ചേർന്നിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിലോ അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു ആ മൂലകത്തിന്റെ ആറ്റോമിക മാസ് ചെയ്യുക. ഇനി ഏകാറ്റോമിക തന്മാത്രയാണെങ്കിലോ അതിന്റെ ആറ്റോമിക മാസും മോളിക്കുലർ മാസും സെയിം ആയിരിക്കും. നമ്മൾ നേരത്തെ ഗ്രാം ആറ്റോമിക് മാസ് പറഞ്ഞു അല്ലെ, അതുപോലെ തന്നെ നമുക്ക് ഗ്രാം മോളിക്കുലർ മാസും ഉണ്ട്. ആറ്റോമിക മാസ് ഗ്രാം ആണ്, ഗ്രാം ആറ്റോമിക മാസെങ്കിൽ ഇവിടെ മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നതിനെയാണ് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു തന്മാത്രയുടെ മോളിക്കുലർ മാസിന് തുല്യമായിട്ടുള്ള ഗ്രാം തന്മാത്ര എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഗ്രാം മോളിക്കുലർ മാസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ഇൻ ഗ്രാം. ഓക്കെ, അപ്പൊ നേരത്തെ ആറ്റത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും വരും. അത് ഞാൻ ഒന്ന് നേരത്തെ പറഞ്ഞുതരാം. 1 ഗ്രാം മോളിക്കുലർ മാസ് ഈക്വൽ ടു എന്ത് വരും? അതിന്റെ മോളിക്കുലർ മാസ് ഇൻ ഗ്രാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 എണ്ണം തന്മാത്രകൾ. ഓക്കെ, അത് ഈക്വൽ ടു എന്ത് വരും? 1 മോൾ തന്മാത്രകൾ എന്ന് വരും. നേരത്തെ നമ്മൾ ആറ്റം എന്ന് പറഞ്ഞിടത്തെല്ലാം ഇവിടെ തന്മാത്രകൾ എന്ന് വരും. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാം ആറ്റോമിക് മാസ് പറഞ്ഞപ്പോ ഉള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഈ ഗ്രാം മോളിക്കുലർ മാസിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. അതായത് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആറ്റോമിക് മാസിന് പകരം ഇവിടെ മോളിക്കുലർ മാസ് എടുക്കണം എന്നുള്ളത് ഓർമ്മിക്കുക. മിക്കവാറും ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് മോളിക്കുലർ മാസ് തരാം. ചിലപ്പോ നിങ്ങൾക്ക് ആറ്റോമിക് മാസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളത് ഏകാറ്റോമിക ദ്വയാറ്റോമിക എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ എങ്ങനെയാണ് ഈ നമ്പർ ഓഫ് മോൾസ് വരുന്നത് എന്നുള്ളത്. അതായത് നേരത്തെ നമ്മൾ ഇത്രയും ഈ അവഗാഡ്രോ നമ്പർ ആറ്റങ്ങളാണ് 1 ഗ്രാം ആറ്റോമിക് മാസിൽ ഉണ്ടായത്. അപ്പൊ ഗ്രാം മോളിക്കുലർ മാസ് ആവുന്ന സമയത്ത് ഈ അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ആണ് ഈ ഗ്രാം മോളിക്കുലർ മാസിൽ ഉണ്ടാവുക. അത് ശ്രദ്ധിക്കാം. ഇനി ഇത്രയും എണ്ണം അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 മോൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആറ്റം പറഞ്ഞിടത്തല്ല മോളിക്യൂൾ ആവും. ഇത്രയും മാത്രമേ ഇതിലുള്ള വ്യത്യാസം വരുന്നുള്ളൂ. ഇനി നേരത്തെ നമ്മൾ എത്ര ഗ്രാം ആറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ നോക്കിയല്ലോ. അതുപോലെ എത്ര ഗ്രാം മോളിക്കുലർ മാസ് ആണ് ഇതിൽ തന്നിരിക്കുന്ന ഇതിനകത്ത് പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇത്ര ഗ്രാം മോളിക്കുലർ മാസ് ഈക്വൽ ടു തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇൻ ഗ്രാം. രണ്ടും ഗ്രാമിൽ എടുക്കുക. തന്നിരിക്കുന്ന മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇൻ ഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ തന്മാത്ര ഭാരമാണ് എടുക്കാൻ വേണ്ടി. അതായത് മോളിക്കുലർ മാസ് ആണ് എടുക്കേണ്ടത്, ആറ്റോമിക് മാസ് അല്ല. ആറ്റോമിക് മാസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായി? ഗ്രാം ആറ്റോമിക് മാസ്. മോളിക്കുലർ മാസ് എടുത്തു കഴിഞ്ഞാൽ അത് ഗ്രാം മോളിക്കുലർ മാസ്. ഇനി വാതക നിയമങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചർ, പ്രഷർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഈ 3 കാര്യങ്ങളെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങളും നമ്മൾ സ്ഥിരമാക്കി വെക്കുന്നു, കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. അതായത് ഏതൊരു വാതകത്തിന്റെയും 1 മോൾ വാതകം എടുത്തു കഴിഞ്ഞാൽ, 1 മോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 273 കെൽവിൻ ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ 1 atm പ്രഷറിലും ആണെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇതൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, ഈ 273 കെൽവിൻ ആൻഡ് 1 atm എന്നുള്ളതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്, STP. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. STPയിലുള്ള ഒരു വാതകത്തിന്റെ ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ STP എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ STPയിൽ ഏതൊരു വാതകം എടുത്താലും അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി STPയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തില് എത്ര മോൾ ഉണ്ട് എന്നുള്ളത് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് തന്നിരിക്കുന്ന വ്യാപ്തം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഓക്കെ, 22.4 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? STPയിലുള്ള
ഏത് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് വരും, എത്രയാണോ തന്നിരിക്കുന്ന വ്യാപ്തം എന്ന് നോക്കുക, അത് ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കും അതിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിലപ്പോഴൊക്കെ നമുക്ക് ചോദ്യം വരാം, STP ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകും, അതിൽ എത്ര ഗ്രാം ആറ്റോമിക് മാസ് ഉണ്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ് ഉണ്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ എത്ര തന്മാത്രകൾ ഉണ്ട് എന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, എത്ര മോൾ ഉണ്ടെന്ന് നോക്കാം, ആ മോളിനെ തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഒരു മോൾ എന്ന് പറയുന്നത് ഒരു ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ പുറകോട്ട് വന്നാൽ മതി. അപ്പൊ നമുക്ക് അതിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും.